ശരി ഒരു സൂര്യ, കാര്യം ഞാൻ തന്നെയാണ്. തിരിച്ചെത്താം. നിതിൻ പ്രഭാകറും ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. നിതിൻ, നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, നടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ, കേസ് വന്നിരിക്കുകയാണ് ഈ നടന്മാർക്കെതിരെയുള്ളതെല്ലാം. ഇതൊക്കെ തരംതിരിച്ച് പറയുക തന്നെ ബുദ്ധിമുട്ടാണ്. ആർക്കൊക്കെ എതിരെ ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് കേസ് എന്ന് നിതിൻ തന്നെ പറയൂ. ആലുവയിലെ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എം മുകേഷ് MLA, മണിയൻപിള്ള രാജു, അതോടൊപ്പം തന്നെ ജയസൂര്യ, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ 7 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസും VS ചന്ദ്രശേഖരനെതിരെ ടൗൺ പോലീസും അതോടൊപ്പം തന്നെ മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസും എം മുകേഷ് MLAക്കെതിരെ മരട് പോലീസും കൂടാതെ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസുമാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പ് നടന്നിരുന്നു. DIG അജിത ബീഗം, G പൂങ്കുഴലി IPS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ആലുവ ചൊവ്വരയിലെ ഈ നടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. 10 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പിന് ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഞാൻ പറഞ്ഞ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 354, 354A, അതോടൊപ്പം തന്നെ 509, 370 തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്ത്രീ ശരീരത്തിൽ സ്പർശിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എം മുകേഷ് MLAയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണം. അദ്ദേഹം ജനപ്രതിനിധിയാണ്. അക്കാര്യത്തിൽ സ്പീക്കറുടെ അനുമതിക്ക് ശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. കൂടാതെ ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. ഈ മജിസ്ട്രേറ്റ് അപേക്ഷ പരിഗണിച്ച് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തണം. വിശദമായി ഈ മൊഴികൾ പൂർണ്ണമായും പരിശോധിക്കണം. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തിടുക്കപ്പെട്ട് ഒരു അറസ്റ്റ് നടപടിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേർ മലയാള സിനിമയിലെ മുൻനിര നടന്മാരാണ്. എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫിജി, നിതിൻ, ഈ രഹസ്യമൊഴി എടുക്കുന്നതിന്റെ കാര്യവും കൂടി ഒന്ന് വിശദീകരിക്കാമോ? കാരണം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും, ഈ മൊഴിയിൽ കൂടുതൽ കാര്യങ്ങൾ വിവരമാകും, അത് ലഭ്യമാകും, ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്ന ഉദ്ദേശത്തിലാണോ? തീർച്ചയായും 2 കാര്യമാണ് പ്രധാനമായും ഉള്ളത്. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുന്നത് ഈ പരാതി നൽകിയ നടി പിന്നീട് മൊഴി മാറ്റി പറയാതിരിക്കാനാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയായി ഇത് രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇത്തരം കേസുകളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഉൾപ്പെടെ ലൈംഗിക പീഡന ആരോപണ കേസുകളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായി, ആ നടപടിയുടെ ഭാഗമായി പിന്നീട് മൊഴി മാറ്റി പറയാതിരിക്കാനാണ് മജിസ്ട്രേറ്റ് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. അപേക്ഷ പരിഗണിച്ച് കോടതിയാണ് ഇതിന് അനുമതി നൽകുക. സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ പോലീസ് നൽകുന്ന അപേക്ഷ പരിഗണിച്ച് കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി നൽകും. രഹസ്യമൊഴി എവിടെ വെച്ച് രേഖപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ നടിയെ എത്തിക്കുമോ അല്ലെങ്കിൽ നടിയുടെ വസതിയിലേക്കോ സ്ഥലത്തേക്കോ മജിസ്ട്രേറ്റ് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിൽ ഇന്ന് തന്നെ അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഫിജി.